എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്റെ പൊന്നളിയാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്താ മനസ്സിലാവാത്തത്? ഇന്നലെ തന്നെ ഒരു മാല എടുക്കാൻ വേണ്ടി പേഴ്സണൽ ലോൺ എടുത്താ, ഇപ്പൊ രണ്ടും അടച്ചോണ്ടിരിക്കുക. എന്റെ പൊന്നളിയാ, നിനക്ക് ചിരിക്കാം. എടാ, ഇതൊക്കെയാണ് ഒരു പ്രശ്നം. നീ എന്നെ കണ്ടുപിടിക്കേ. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ശരിയാവും. ഇപ്പൊ എന്താ ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം? ഇന്നലെ തന്നെ കണ്ടില്ലേ, വീട്ടിൽ വന്ന് ലോൺകാരും മുടിഞ്ഞ പ്രശ്നമായിരുന്നു. നിങ്ങൾ ചത്ത് കളഞ്ഞാലെന്ന് ആലോചിച്ചാ. അത് നല്ലതാ, നീയൊക്കെ ചാവുന്നതാ നല്ലത്. എടാ, ഒരു പ്രശ്നം വരുമ്പോ ചാവേണ ചെയ്യണത്? ധൈര്യം വേണ്ടി മനുഷ്യന്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നീ എന്നെ കണ്ടുപിടിച്ചേ. എന്തോരം പ്രശ്നങ്ങളുണ്ട് എനിക്ക്. ഞാൻ കൂളായിട്ടിരിക്കുന്നില്ലേ? ഇടയ്ക്കും കളിക്കുന്നു, അടിപൊളിയായിട്ടിരിക്കുന്നു. എടാ, നിനക്ക് ധൈര്യമായിട്ടിരിക്കേ. ഇനി എന്ത് പറയാനാ, നാട്ടുകാരനും വീട്ടുകാരും മുമ്പിൽ പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയും. നീ നാട്ടുകാരും വീട്ടുകാരും നോക്കി ഇങ്ങനെ നിന്നോ. എടാ, ഇവിടെ എന്തോ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയാമോ? നീ ഇതേ അങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. എത്ര രൂപയുടെ മോനെ? 10 രൂപ. 5 രൂപ. എല്ലാം പണിക്കുമ്പോടെ 10 രൂപ പോലും എടുക്കാനില്ലാതോ. എടാ മോനെ, മോനെ ഒരു ദിവസം നിനക്ക് എത്ര രൂപ കിട്ടൂടാ? അത് അല്ല, നിങ്ങളറിയേണ്ട കാര്യം ഒന്ന് പോടെ. ചോദിക്കണ്ടേ? ഇത് മതിടാ, ഇത് മതി. ഇനി നീ രക്ഷപ്പെടും. ഇപ്പൊ സമയായി. ഇന്നൊരുത്തം പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ചെന്നാലേ കിട്ടത്തുള്ളൂ. പിന്നെ നീ വിട്ടോ. ഓക്കേടാ, ശരി, നമുക്ക് കാണാം. എവിടെ പോണ്ടോ? ഞാൻ ഇതുവഴിയല്ലോ വന്നേ. ഹലോ. മനസ്സിലായി. അതെ 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 അതെ, ഞാൻ അടച്ചോളാം. അയ്യോ, ഞാൻ തീർച്ചയായിട്ടും അടയ്ക്കാം. അയ്യോ, ജപ്തി എന്നൊന്നും പറയല്ലേ. നമുക്ക് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞില്ലേ ഞാൻ. എല്ലാം ശരിയാക്കാം. ഓക്കെ. അയ്യോ, തെറി വിളിക്കല്ലേ. ഓക്കെ, ശരി. രമേശ, എന്തുവാടാ? നീ എങ്ങോട്ടാ? ഞാൻ വീട് വരാം. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ? എടാ, നിന്റെ കൂട്ടുകാരൻ സുധീർ സൂയിസൈഡ് ചെയ്തടാ. എന്തിനാ? അവന് ചെയ്യാനാണോ കാരണങ്ങളില്ലാത്ത? 100 കൂട്ടം കടങ്ങളല്ലയോ? നീ കൂട്ടുകാരല്ലേ? ചെല്ലാവിന്റെ അടുത്തോട്ട്. തെണ്ടി, എന്നെ വലിയ ഉപദേശമൊക്കെ ഉപദേശിച്ചിട്ട് ഞാൻ അവനെ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടില്ല. ഞാൻ കാണിച്ചു തരാം. എന്തൊരു സമാധാനം. ഒരു ബാങ്കുകാരനും പേടിക്കണ്ട, ഒരു ലോൺകാരനും പേടിക്കണ്ട, ഒരു തെണ്ടിയേക്കും വിളിക്കുകയും വേണ്ട. എടാ സുധീറേ, നിന്നെ അങ്ങ് ഒറ്റയ്ക്ക് സൂഹിക്കാന്ന് വിചാരിച്ചല്ലേ? ഇവിടെ നീ എങ്ങനെയാണ് ഇവിടെ? നീ ചത്തു എന്ന് പറഞ്ഞപ്പോ നിന്നെ കാണാൻ വേണ്ടി വന്നാ. അന്നേരം ആനവണ്ടിയുടെ അടിയിലേക്ക് പോയി. അന്നേരം ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സെറ്റപ്പ് കണ്ടപ്പോ കൊള്ളാം, ഇതാണ് നമ്മുടെ സ്വർഗം. പിന്നെ അല്ലാതെ.